വലൗ ഖാതറത്ലി ഫി സിവാക ഇറാദതു അലാ ഖാതിരി യൗമൻ ഹക്കംതു ബിരിദ്ദതി. പ്രിയമുള്ള സത്യവിശ്വാസികളെ, അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ സംജാതമാകുന്ന ഓരോ ദൃശ്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് പറഞ്ഞ, നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ അന്ത്യനാളിന്റെ അടയാളമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിനൊരു ആഖിബത്തുണ്ട്. നമ്മുടെ ഓരോ വ്യക്തികൾക്കും ഒരു ആഖിബത്തുണ്ട്. അതുപോലെ തന്നെ ലോകത്തിനൊരു ആഖിബത്തുണ്ട്. ആ ആഖിബത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അൽ മത്റു ഖൈലാ. മഴയാകുന്ന മഴ പെയ്യേണ്ട കാലഘട്ടത്തിൽ, മഴ നന്നായിട്ട് പെയ്യേണ്ട കാലഘട്ടത്തിൽ അതീവമായ ചൂടുണ്ടാകുക, മഴ പെയ്യാതിരിക്കുക, പ്രപഞ്ചം വറ്റിവരണ്ട് പോവുക എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ വൽവലദു ഖൈലാ. സ്വന്തം മക്കള് അമിതമായ ദേഷ്യക്കാരാവുക, ഇതെല്ലാം ലോകത്തിന്റെ അവസാനമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇടക്ക് ജൗഹർ നമ്മളോട് പറഞ്ഞിരുന്നു, ഈ മഹലിൽ നിന്ന് 2 ചെറുപ്പക്കാര് മരണപ്പെട്ടു എന്ന്. അള്ളാഹു ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അവരുടെ എല്ലാം മണ്ണർ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ മണ്ണറയൊക്കെ അള്ളാഹു തആല മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. മണിയറക്ക് സമാനമായ അള്ളാഹു സ്വർഗീയമായ അനുഭൂതികളും അനുരാഗങ്ങളും അള്ളാഹു തആല ആ ഖബറിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്താ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ മറ്റൊന്ന്, ഇദാ കസുറ ഖുതബാഉ മനാബിറുക്കും വറകന ഉലമാഉക്കും ഇലാ ഉലാതിക്കും. നിങ്ങളിലെ പണ്ഡിതന്മാരായ ആളുകൾ, പ്രഭാഷകരായ ആളുകൾ ധാരാളമായി വർദ്ധിക്കുക. നിങ്ങളുടെ മിമ്പറുകൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പ്രഭാഷകർ ധാരാളമായി കൂടുക എന്നുള്ളത്. ഒരെണ്ണത്തിനും, എല്ലാവരും ഞാൻ പറയുന്നില്ല, അധിക എണ്ണത്തിനും ഈമാന്റെ തരിമ്പ് പോലെ ഇല്ലെന്ന് പറയേണ്ടി വരും. രാവിലെ സ്ത്രീകൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പം ഈ അടയാളം നിങ്ങളിലുണ്ടോ, നാളെ നിങ്ങൾ വടിയാകും. ഇപ്പൊ യൂട്യൂബിലൊരു അവസ്ഥയാണ്. എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറയുന്നത്. നിങ്ങൾ സ്വപ്നത്തിൽ ആനയെ കണ്ടോ, നിങ്ങൾ വയറിളകി ഷഹീദാവും. ഇത് കണ്ടിട്ട് സ്ത്രീകൾ മക്കളെ അടുത്ത് വിളിച്ചിട്ട്, ഉമ്മ മരിച്ചാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ. ആ വയത് പറഞ്ഞ മൂല്യാരും മന്തിയും കഴിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടാവും. നമ്മളിവിടെ മന്ദപ്പായി ടെൻഷൻ അടിച്ചിരിക്കുക. യൂട്യൂബിൽ വരുമാനവും സർക്കുലേഷനും വ്യൂസും കൂടാൻ വേണ്ടി എന്തെല്ലാം തള്ളുകളാണ്. അത് രാവിലെ നമ്മൾ തുറന്നാൽ ഖൈറായ നാഫിയായ ഇൽമ്, നമ്മുടെ പള്ളിയിലെ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ ഇരിക്കും, അവരുടെയൊക്കെ പള്ളിയുടെ മിനാരങ്ങളിൽ വെച്ച മൈക്കിലൂടെ പരിശുദ്ധമായ ദീനിന്റെ ഹക്കായ കാര്യങ്ങൾ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇവിടെ കുറെ ആളുകളുണ്ട്, അങ്ങോട്ട് മൈക്ക് അങ്ങോട്ട് പറഞ്ഞാൽ, ഞാൻ കെട്ടിയ പെണ്ണിത്തിരി ചന്തം കുറവാണ്. ഉസ്താദിന്റെ പാട്ടെന്ന് ഇതുപോട്ടോ, ഉസ്താദിന്റെ പാട്ടെന്ന് കേൾക്കണം, ഇതുപോട്ടോ. പാട്ട് മാത്രമേ കേട്ടോളൂ, ദീമെല്ലാം കേട്ടോ. ഉസ്താദ് ഒളിച്ചോടിയ കഥ, ഇതൊക്കെ നമ്മുടെ സമയം വളരെ പാഴാകുകയാണ്. ഇത് തിരിച്ചറിയാൻ ഉമ്മത്ത് തയ്യാറാകണം. നമുക്ക് ഹക്കായ ദീൻ മനസ്സിലാക്കാൻ എന്തൊക്കെ സോഴ്സുകളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഫാറൂഖിനെയും ഉസ്താദിനെയും സിംസാറുൽ ഹക്ക് ഹുദവിനെയും റഹ്മത്തുല്ലാ ഖാസിമിനെയും പേരുസ്താനെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പൊയ് വാക്കുകൾ പറയില്ല. അവിടെ പ്രഭാഷണത്തിന്റെ പ്രത്യേകത ഏതാ? അവിടെങ്ങാണ്ട് ഒളിച്ചോടിയ കഥയും ഇവിടെങ്ങാണ്ട് പെണ്ണുപിടിക്കാൻ പോയ കഥയൊന്നും അവർ പറയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനല്ലാത്തതൊന്നും അവർ പറയില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രഭാഷണത്തിന് ആളുകൾ വളരെ കുറവാണെങ്കിൽ പോലും, അങ്ങനെ ആണെന്നല്ല പറയുന്നത്, അങ്ങനെ ആയാൽ പോലും ആ വരുന്ന ചുരുക്കം ആളുകൾ അള്ളാഹുവിൽ അജഞ്ചലമായ ഈമാനുള്ള മനുഷ്യരാണ്. അവരെ സദസ്സിൽ കിട്ടും, വളരെ കുറഞ്ഞ ആളുകളെ കിട്ടും. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു ഗാനമേള അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞ സുഖമാണ്. അവിടെ ആണെന്ന ഒളിച്ചോട്ടം, ഇവിടെ ആണെന്ന പെണ്ണ് കേസും, ഇതെല്ലാം പറഞ്ഞ് ഒരായത്ത്, ചില ആളുകളുടെ പ്രഭാഷണത്തിൽ ഒരായത്തോതാവൽ 2 മണിക്കൂറൊക്കെ പ്രഭാഷണം നടത്തുന്നു. ഒരായത്ത് 114 അധ്യായങ്ങളുണ്ട്, 6000 ചില്ലുവാനം ആയത്തുകളുണ്ട്. ഒരായത്തോതി പ്രസംഗിക്കാമല്ലോ.
അൽഹംദുലില്ലാഹ്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി. സുബ്ഹാന റബ്ബി, ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കയറുമ്പോൾ 2 പെൺകുട്ടികളതാ അവിടെ തുടങ്ങി. എങ്ങനെ വലിയ കാര്യത്തെ വലിയ കേൾക്കുകയാണ്, 2 പെൺകുട്ടികൾ ഇങ്ങനെ കയറി. അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വപ്നം കണ്ടോ, ഈ അടയാളങ്ങൾ നിങ്ങളിലുണ്ടോ, നിങ്ങൾ നാളെ മരിക്കും. അപ്പൊ അവളിങ്ങനെ സുലീഹ ഒരു ഗ്ലാസ് ചായ എടുത്ത് അവിടെ നിൽക്കണം, അത് കേൾക്കട്ടെ, ഇത് എന്തും അടയാളം എന്ന് അറിയണല്ലോ, എന്നില്ല അടയാളമുണ്ട്, വെടി തീർന്നു പോവാ. വീഡിയോ കാലിന് തരിപ്പ് മരണത്തിന്റെ അടയാളമാണ്. കാല് തപ്പി തരിപ്പുണ്ട്, അല്ലാഹു അതേ തീർന്നു വെടി. വെറുതെയാണ്, നമ്മുടെ ഈമാന്റെ ദുർബലത കൊണ്ടാണ്. അല്ലാഹു നമുക്ക് നിശ്ചയിച്ച സമയം അത് ഒരടയാളങ്ങളില്ലെങ്കിലും നമ്മൾ മരണപ്പെടും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാൻ കിട്ടി എങ്ങനെ മരിക്കും, ഇപ്പൊ മരിക്കുമെന്നുള്ള ടെൻഷനല്ല വേണ്ടത്. ഈമാൻ കിട്ടി മരിക്കുമോ എന്നോർത്ത് ഭയപ്പെടും. അല്ലാതെ ആരെങ്കിലും അടയാളങ്ങൾ കണ്ട് ഇപ്പൊ മരിച്ചു പോകും എന്നുള്ള ഭയമല്ല വേണ്ടത്. എപ്പ മരിച്ചാലും ഈമാൻ കിട്ടിയുള്ള മരണമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയണം. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടത്. അള്ളാഹുവേ, ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ ഇദാ കസറ ഖുതബാഉ മനാബിറുകും വറകന ഉലമാഉകും ഇലാ ഉലാതികും. നിങ്ങളിൽ ധാരാളമായി പ്രഭാഷകർ വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം. വറകന ഉലമാഉകും ഇലാ ഉലാതികും. അവരുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അവർ അധികാരികളായ ഭരണകർത്താക്കളായ ആളുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവരാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവര് ഭരണകർത്താക്കളിലേക്ക് ചാടി നിൽക്കുന്നവരാണ്. അവരുടെ പ്രത്യേകത, അവർ ഹറാമിനെ ഹലാലാക്കുന്ന ആളുകളാണ്. യൂട്യൂബിൽ വോഡ്കയുടെ, മദ്യത്തിന്റെ, റമ്മി സർക്കിൾ എന്ന ചൂതാട്ടത്തിന്റെ പരസ്യം വരുന്നു. നമ്മളിടുന്ന വീഡിയോയിൽ പരസ്യം വരുന്നു. ആ പരസ്യത്തിന്റെ കാരണം കൊണ്ട് കിട്ടുന്ന വരുമാനം മേടിച്ച് ആളുകൾ ചോദിക്കും, സാറേ യൂട്യൂബിലെ വരുമാനം ഹലാലാണോ? പിന്നെന്താ ഹലാലല്ലേ? എന്താ കാരണം? എനിക്ക് കിട്ടുന്നുണ്ടോ? തന്നെ എനിക്ക് കിട്ടിയ എനിക്ക് ലോട്ടറി അടിച്ചാൽ അന്ന് മുതൽ എനിക്ക് ലോട്ടറി ഹലാലാ. എന്റെ വാപ്പ പലിശ മേടിച്ചാൽ അന്ന് മുതൽ എനിക്ക് പലിശ ഹലാലാ. ആകാൻ പാടില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഹമ്മുഹും ബുതൂൻ. വയറാണ് 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 അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ വന്നാൽ എന്താ പ്രത്യേകം? ഇതുകൊണ്ട് വന്ന് തിന്നാൽ ഹറാമായ പണം 50 രൂപ സമ്പാദിച്ചാൽ 50 ലക്ഷം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും പെങ്ങളെ. ഇത് അനുഭവമാണ്, പലരുടെയും യാഥാർത്ഥ്യമാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട സംഭവങ്ങളാണ്. ആളുകളെ പറ്റിച്ച്, ആളുകളെ ചൂഷണം ചെയ്ത്, പലിശയിലൂടെ ഹറാമിലൂടെ സമ്പാദിക്കുന്ന പണം കൊണ്ട് നമ്മുടെ മക്കളെ ഊട്ടിയാൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, 50-ന് പകരം 50 ലക്ഷം മുടക്കിയാലും നമ്മുടെ രോഗം മാറില്ല ഉമ്മ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ചിന്താശേഷി തരുമാറാകട്ടെ. വഹറമു അലൈഹിമുൽ ഹലാൽ. അവർ ഹലാലിനെ ഹറാമാക്കും, ഹറാമിനെ ഹലാലാക്കും. കണ്ടില്ലേ, വലിയ വലിയ നേതാക്കന്മാര്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ അസ്തിത്വം എന്താണെന്നും സ്വത്വം എന്താണെന്നും അറിയുന്ന വലിയ വലിയ നേതാക്കന്മാര് പോയിട്ട് അള്ളാഹുവിന്റെ ദീനിനെതിരായ കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നിട്ട് അവർ പറയുന്ന ന്യായം എന്താ? ഇതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ, ഒരു മതേതര സമൂഹത്തിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നാ പറയുന്നത്. ജീവിതകാലം മുഴുവൻ മഹാനായ മമ്പുറത്തെ തങ്ങളുടെ ഖാദിമ് കോന്തുനായരാണ്. കാലം എത്ര കടന്നുപോയി മമ്പുറം തങ്ങളുടെ ഏതെങ്കിലും ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുവദിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം മമ്പുറം തങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്നിട്ടും പരിശുദ്ധമായ ഈമാൻ കാത്തു സൂക്ഷിച്ച് തന്റെ പ്രിയപ്പെട്ട സേവകനായി ബഹുമാനപ്പെട്ട കോന്തുനായരെ ഒപ്പം ചേർത്ത ഒരു ചരിത്രമാണ്, സംസ്കാരമാണ് നമ്മുടെ കേരളത്തിനുള്ളത്. ആരുടെയും ആചാരങ്ങൾ നമ്മൾ കടമെടുക്കേണ്ടതില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് ക്ഷേത്രമുണ്ട്. അവർക്ക് ആരാധിക്കാനുള്ള സൗകര്യങ്ങളും ആരാധിക്കാനുള്ള സാഹചര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുക്കലാണ് ഏറ്റവും വലിയ മര്യാദ.
ഏറ്റവും വലിയ മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആരാധനകളെ അവരുടെ ആരാധ്യന്മാരെ നിഷേധിക്കാതെയും പരിഹസിക്കാതെയും ഇരിക്കലാണ്. കരാവിവ ശരീരസ്യ നേത്രയോരിമ പശ്മണി ആവിചാര്യം കുര്യ തന്മിത്രം മിത്ര സമുച്ചതേ. ചാണക്യം പറഞ്ഞതാ, കരാവിവ ശരീരസ്യ നേത്രയോരിമ പശ്മണി അവിചാര്യം കുര്യൻ അവിചാര്യം കുര്യത് മിത്രം മിത്ര സമുച്ചതേ. തന്റെ അയൽവാസികൾ, തന്റെ സഹോദരങ്ങൾ, തന്റെ കൂടപ്പറപ്പുകൾ, തന്റെ സഹചാരികൾ, തന്റെ സതീർത്ഥ്യന്മാരായ ആളുകൾ, നമ്മളുടെ കണ്ണിന്റെ പോളകൾ, കണ്ണിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും വരുമ്പോൾ പോളെ അടച്ചുകൊണ്ട് കണ്ണിനെ സംരക്ഷിക്കുന്നത് പോലെ നിന്റെ സഹോദരൻ ഏതു മതക്കാരനായാലും അവനെ നീ സഹായിക്കണേ, അവനോട് സ്നേഹം കാണിക്കണേ, അവനെ നീ സംരക്ഷിക്കണേ എന്ന് പറയുന്ന മഹത്തായ വേദഗ്രന്ഥങ്ങൾ. അക്രിം ജാറക വലൗ കാന കഫിറാ. മോനെ, നിന്റെ അയൽവാസിയായ മനുഷ്യരുണ്ടല്ലോ, അവൻ ഏതു മതക്കാരനായാലോ അവനെ നീ അനാദരിക്കല്ലേ എന്ന് പറഞ്ഞ, അവനെ നീ ധിക്കരിക്കല്ലേ എന്ന് പറഞ്ഞ, അവനെ നീ ആക്ഷേപിക്കല്ലേ എന്ന് പറഞ്ഞ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈമാൻ പൂർത്തിയാകണമെങ്കിൽ പോലും ആ അയൽവാസിയോട് സ്നേഹം വേണം, ബഹുമാനം വേണം, ആദരവ് വേണം. ഏത് മതക്കാരനായാലും മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫഅക്രിം ജാറാ. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണോ, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമുള്ളവരാണോ, ഫഅക്രിം ജാറാ, നിങ്ങൾ നിന്റെ അയൽവാസികളെ ബഹുമാനിക്കണേ, ആദരിക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഏത് മതക്കാരനായാലും ബഹുമാനിച്ചേ പറ്റൂ. നിന്റെ ഈമാൻ പൂർത്തിയാവൂല. നീ മുസ്ലിം എന്ന് പേര് കെട്ടി ഖാലിദ് എന്നും റസാഖ് എന്നും പറഞ്ഞ് നടക്കുകയാണ്. നിന്റെ അയൽവാസിയായ ആളുകൾക്ക് നീ ദ്രോഹമാണോ, നീ പ്രയാസമാണോ, നിന്റെ വാക്കിനെ അവർ ഭയപ്പെടുന്നുണ്ടോ, നിന്റെ പ്രവൃത്തിയെ അവർക്ക് വെറുക്കുന്നുണ്ടോ? മോനെ, ലാ യദ്ഖുലുൽ ജന്നാ, നിനക്ക് സ്വർഗമില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈമാൻ തരട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോടുള്ള ബഹുമാനവും സ്നേഹവും എന്ന് പറഞ്ഞാൽ അത് ധാർമ്മികമായി പരിശുദ്ധം ഇസ്ലാം അതിനൊരു ഫ്രെയിം, ഒരു സ്ട്രക്ചർ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. സഹായിക്കണം, സ്നേഹിക്കണം, ആവോളം സഹായിക്കണം. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അവരോടൊപ്പം സഹകരിച്ചു നിൽക്കണം. പക്ഷേ ആരാധനകൾ വിഷയം വരുമ്പോൾ, ആഘോഷങ്ങൾ വരുമ്പോൾ അവരുടെ ആഘോഷം അവർ വേണ്ട രൂപത്തിൽ അവർ ആഹ്ലാദിക്കട്ടെ. നമ്മൾ അവർക്ക് അതിന് സ്വാതന്ത്ര്യം കൊടുക്കും. ഏത് മതവിഭാഗത്തിന്റെ ആഘോഷം വന്നാൽ നമ്മൾ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നേരെ എനിക്ക് അമ്പലത്തിന്റെ അകത്ത് കയറണം, ശ്രീകോവിലിന്റെ അകത്ത് കയറി എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം ഒന്നും പറയാൻ പാടില്ല. കാരണം ആ മതത്തിനൊരു നിയമമുണ്ട്. ശ്രീകോവില് അവർ പരിശുദ്ധമായിട്ട് കാണുന്ന സ്ഥലമാണ്. അതിനെ നമ്മളെ ഒരു കാരണവശാലും നിന്ദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പള്ളിയും അതിന്റെ മെഹ്റാബും അതിന്റെ ചുറ്റുവട്ടവും പരിശുദ്ധമായ സ്ഥലമാണ്. മറ്റുള്ളവരും അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഇങ്ങനെ പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് പരസ്പരം ആവോളം സ്നേഹിച്ചും കൊടുത്തും വാങ്ങിയുമായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഭരണ നേട്ടത്തിന് വേണ്ടി, ആളുകളുടെ തൃപ്തി കിട്ടാൻ വേണ്ടി, ജനാംഗീകാരം കിട്ടാൻ വേണ്ടി മതേതരത്വമാണ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ എന്ന് കരുതി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നമ്മൾ വിൽക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നമ്മൾ കളങ്കപ്പെടുത്താൻ പാടില്ല. എന്റെ മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിച്ചത് പ്രകാരം ഖൈറായ രൂപത്തിൽ ജീവിച്ച് അവസാനം ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. മതിയാ? കുഴഞ്ഞ? ഞാൻ കുഴഞ്ഞിട്ട് നിങ്ങൾ കുഴഞ്ഞോ? നിർത്തട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ചിന്താശേഷി അല്ലാഹു തആല നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്കാണ് സയഅതി അനന്നാസി സമാനുൻ യത്റുകൂനൽ അദാൻ അലാ ദുഅഫായികും. ഇത് നിങ്ങൾ കേൾക്കേണ്ട വിഷയമാണ്. ഇപ്പൊ എല്ലായിടത്തും നടക്കുന്ന ഒരു പരിപാടിയാണ്.
ഉസ്താദന്മാരോട് ചോദിച്ചറിയാം, എല്ലാ ദിവസവും ഓരോ ആളുകൾ വിളിച്ചിട്ട് ചോദിക്കും, ഉസ്താദേ പള്ളി ജോലി ഉണ്ടോ, ഒരു ജോലി കിട്ടാനുണ്ടോ? പള്ളിയിലെ മുക്രിമാര്, ഞാൻ മുഅദ്ദിനാണ്, ഒരു ജോലി കിട്ടാനുണ്ടോ? മുഅദ്ദിന്മാരിങ്ങനെ തേരാപ്പാരെ അലയാണ് ഒരു ജോലിക്ക് വേണ്ടി. എന്തേ? യേശുദാസിന്റെ സൗണ്ട് ഇല്ല. യേശുദാസിന്റെ സൗണ്ട് 3000 ശമ്പളമാണ്. യേശുദാസിന്റെ ഖുർആൻ ഓതിയിട്ടില്ലേ, സുബ്ഹാനക ലാ ഇൽമ ലനാ. പാവപ്പെട്ടവൻ 10-60 വയസ്സുണ്ട്, സുബ്ഹാനക ലാ, അത്രേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു അങ്ങനെ കൊടുത്തത്. അപ്പൊ കമ്മിറ്റി ഭയങ്കര ചർച്ച. നമ്മുടെ മുഅദ്ദിന് സൗണ്ടില്ല. ഞാൻ വളാഞ്ചേരി വെങ്ങാട് പഠിക്കുമ്പം ഉസ്താദേ നിങ്ങളുടെ ബാങ്ക് പുറത്തോട്ട് കേൾക്കുന്നില്ല, പെണ്ണുങ്ങൾ വല്ല പരാതി, 3000 രൂപ തരും, യേശുദാസിന്റെ ബാങ്കും കൊടുക്കണ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിന്മാരായ ആളുകളെ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, ഒഴിവാക്കും. എന്ത് കാരണം കൊണ്ട്? അലാ ദുഅഫാഇഹിം, അവർ ദുർബലരാണ്, അവർ സൗണ്ടില്ല, അവര് അഴകുള്ള ബാങ്കില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ആളുകൾ അവര് മൈക്കം കൂടെ തട്ടിയാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നമ്മുടെ പള്ളിയിൽ ഉസ്താദ് അല്ലാഹു അക്ബർ ഒക്കെ അത്രേ പറ്റുള്ളൂ. സാധുവാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അതുപോലും അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞു, യത്റുകൂനൽ അസാൻ, ബാങ്ക് വിളിക്കാലം ഈ മഹല്ലിലെ മുഴുവൻ ആളുകളും കേട്ട ആ ബാങ്കുണ്ടല്ലോ, ആ സാധുവായ വൃദ്ധനായ മനുഷ്യന്റെ ബാങ്കാ. പക്ഷേ ഇപ്പൊ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ പള്ളി കമ്മിറ്റിക്ക് അവരെ പറ്റൂല. എല്ലായിടത്തുള്ള പ്രത്യേകതയാണ്, പള്ളി വലുതാകുമ്പം ഉസ്താദ് ചെറുതാവും. നിങ്ങളുടെ പള്ളി ശോചനീയാവസ്ഥ, മൂത്രപ്പരയുടെ മണമെല്ലാം പള്ളിയിലേക്ക് അടിക്കുന്നു. ആളുകൾ ഒരു പള്ളി പൊളിച്ചു പണിയണമെന്ന് ആഗ്രഹമായിട്ട് ആളുകൾ വരികയാണ്. എല്ലാവരും കൂടി സംഗമിച്ച് ഒരു പള്ളി ഉണ്ടാക്കി നോക്കുമ്പോൾ കുബ്ബയൊക്കെ റൗളയുടെ രൂപത്തിൽ റാഹത്ത്. ഒന്നാമത്തെ ജുമാ കഴിയുമ്പോൾ ഉസ്താദൊക്കെ പറയും, ഉസ്താദേ വേറെ എവിടെയെങ്കിലും ജോലി നോക്കണം, കാരണം ഇവിടെ ഇപ്പം ഗൾഫ് മോഡൽ പള്ളിയായി. ഇപ്പൊ ഇവിടുത്തെ ഖിറാഅത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ഈ ഒത്ത് വേണം. സ്ഥാനം പഴയ വല്ലുഹ വല്ലൈലി ഇദാ സജ പറ്റൂല. പറ്റും. യേശുദാസിന്റെ തൊണ്ട അവിടെ നിന്ന് മുറിച്ചുകൊണ്ട് തൊണ്ടക്ക് വെച്ചു കൊടുത്താൽ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് ദീൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഏറ്റവും ഫളിലായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് മടങ്ങും. നമ്മുടെ പള്ളിയിലൊക്കെ ഇവിടെ സദസ്യരോട് ചോദിക്കുകയാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന നിസ്കാരം ഏതാണ്? നിങ്ങളെന്ന് പറഞ്ഞേ, നിങ്ങളുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരിക്കാൻ വരുന്ന നിസ്കാരം ഏതാണ്? തുറന്നു പറഞ്ഞു. ഇശാഖാണ്? തെറ്റാണ്, മഗ്രിബിനാണ്. ഏത് പള്ളിയിൽ ചെന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കാരം ഏതാ? മഗ്രിബാണ് അല്ലേ? മഗ്രിബല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ. എന്നാൽ ഏറ്റവും ഒരു ദിവസത്തെ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്? സുബഹിയാണ്. സുബഹിക്ക് 3 സഫാളുണ്ടാവും, മൈക്കും വേണ്ട. ഉസ്താദിന്റെ ശ്വാസം വിടുന്നവരെ ഇവിടെ നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക്. അതുപോലെ തന്നെ നിസ്കാരം ഒഴിവാക്കാൻ പറ്റിയ 3 കാര്യങ്ങൾ, 2 കാര്യങ്ങളല്ലേ, 1 കാര്യങ്ങളുണ്ട്. നിസ്കാരം ഖളാ ആക്കാൻ 3 കാര്യങ്ങൾ. ഇസ്ലാമിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. പുതിയതായിട്ട് ഒന്നുകൂടി പറയാണ്. ഒന്നാമത്തെ ഉറക്കം, 2 മറവി. ഉറക്കവും മറവിയും കൊണ്ട് നിസ്കാരം ഖളായി, അള്ളാഹുവിന് ശിക്ഷയില്ല, നമ്മൾ ഖളാ വീട്ടിയാൽ മതി. മൂന്നാമത്തെ ഒന്നുണ്ട്, ഏർവാടി സിയാറത്ത്. കുറെ ഹമുക്കൾ ഞാൻ ഈ സദസ്സിൽ പറയുന്ന വിഷമം കൊണ്ട് പറയാം. ഇവിടുന്ന് ഒരു വണ്ടി പുറപ്പെട്ടാൽ, ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഏർവാടി കൊണ്ടാണ് നിർത്തിയത്. അല്ലിത്ത ഇതിന്റെ ഇടക്കുള്ള നിസ്കാരമൊന്നും ഇല്ലല്ലോ. സിയാറത്ത് നിങ്ങൾ ആരെടുക്കേ പോകുന്നത്? ബാദിഷാ തങ്ങെടുക്കേ. അവരെന്തിനു വേണ്ടിയാ ജീവിച്ചത്? അള്ളാഹുവിന് വേണ്ടി. അവർ മരിച്ചത് എന്തിനു വേണ്ടിയാ? അള്ളാഹുവിന് വേണ്ടി. നിങ്ങൾ എന്തിനാ ചെല്ലുന്നത്? നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഡിജിറ്റലായിട്ട് നടക്കാൻ വേണ്ടി. ദാരിദ്ര്യമുണ്ടായി, സൂറത്തുൽ വാഖിയ ഓതാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഓതാൻ വയ്യ.
സൂറത്ത് നിങ്ങൾ ദുഹാ നിസ്കരിക്കും. ദുഹാ നിസ്കാരം എന്നുള്ളത് ഹല്ലുള്ള നിസ്കാരമാണ്, ഭാഗ്യത്തെ കൊണ്ട് തരുന്ന നിസ്കാരമാണ്. ദുഹാ നിസ്കരിച്ചിട്ട് റബ്ബിനോട് ദുആ ചെയ്യ്, പടച്ചോനെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്താ, നല്ല സമൃദ്ധി വരുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നിസ്കരിക്കേണ്ട അവസ്ഥ പാടാ. 500 രൂപ മുടക്കിയാൽ ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നുണ്ട് ഏർവാടിയിൽ, നേരെ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് കൊട്ടി കൊടുത്താൽ എല്ലാം കൊട്ടക്കണക്കിന് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, സിയാറത്ത് എന്നുള്ളത് പുള്ളിമുള്ള അമലാണ്, പക്ഷെ നിസ്കാരക്കാരനുള്ളതാണ്. മനസ്സിലായേ? അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യർക്കുള്ളതാണ് സിയാറത്ത്. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. നിസ്കാരം ഖളാക്കി ഏർവാടിയിലേക്കും നാഗൂരിലേക്കും പോകുന്ന പെങ്ങളെ ചിന്തിക്കണേ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഇത് പൊരുത്തപ്പെടുന്ന പരിപാടിയല്ല. അള്ളാഹും റസൂലും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയല്ല. നിങ്ങൾ പൊരുത്തൻ വാങ്ങാൻ വേണ്ടി ചെന്ന് കുരുത്തക്കേടും മേടിച്ചു കൊണ്ടുവരുന്ന പരിപാടിയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. ഇപ്പൊ നോക്ക്, ഭീമാപ്പള്ളി ഉറൂസിന് എന്റെ നാട്ടിൽ നിന്ന് ഒരു വണ്ടി നിറച്ച ആളുകൾ പോയി. ഈ ഭീമാപ്പള്ളി ഉറൂസ്, അതിൽ എന്റെ വീട്ടിൽ എപ്പോഴും വരുന്നൊരു സഹോദരിയുണ്ട്. അവിടെ ഇങ്ങനെ വെറുതെ രസത്തിന് ചോദിച്ചു, ഉറൂസിലേക്ക് പങ്കെടുത്ത് താഴെ തരുന്ന എവിടെ നിസ്കരിച്ച്? അവിടെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ല. ഭീമാപ്പള്ളിയിൽ ഇത്രയും വലിയൊരു പള്ളി ഉണ്ടായിട്ട് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട്, നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലെന്നാ പറഞ്ഞത്. നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട്, നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ 1 ഇഞ്ച് ഭൂമി പോലും അവിടെ ഇല്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എന്തിനാണ് ഇവർ ഇങ്ങനെ ജീവിക്കുന്നത്? ഉദരം ക്രമേണ പടുത്തു ചീഞ്ഞളിഞ്ഞില്ലയോ, അതുകൊണ്ട് ഖബർ നിറഞ്ഞ ദൽബുദമല്ലയോ. തോന്നിയാസങ്ങളൊക്കെ കാണിച്ചിട്ട് അവിടെ പോയി കിടക്ക്. ഉദരം ക്രമേണ പടുത്തു ചീഞ്ഞളിഞ്ഞില്ലയോ, അതുകൊണ്ട് ഖബർ നിറഞ്ഞ ദൽബുദമല്ലയോ. ആർത്തും ആഹ്ലാദിച്ചും ഉല്ലസിച്ചും എല്ലാ കോമാളിത്തരങ്ങളും നൃത്തങ്ങൾക്കും ചുവടുവപ്പുകൾക്കും സാക്ഷിയായി അവസാനം ആ കുഴിയിൽ വെറ്റമുക്ക് ജുമാ മസ്ജിദിന്റെ ആ പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ച് 3ാമത്തെ ദിവസം എത്തുമ്പോൾ ശരീരം പൊട്ടി വയറ് പൊട്ടി ആ ചീഞ്ചലം ഖബറിൽ നിറഞ്ഞ് മയ്യത്തിങ്ങനെ ആ ഖബറിൽ ഒഴുകി നടക്കുന്ന ആ ഒരവസ്ഥയുണ്ടല്ലോ പെങ്ങളെ, നീ ചിന്തിച്ചാൽ എങ്ങനാണ് ഉമ്മാ നിനക്ക് നിസ്കാരം ഉപേക്ഷിക്കാൻ കഴിയുന്നത്? ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. പറഞ്ഞതാ, തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ. തെങ്ങിന്റെ ഉണക്കമടൽ വീഴുമ്പോൾ പച്ചമടലിൽ നിന്ന് ചിരിക്കുമത്രേ, പക്ഷേ പച്ചമടലറിയുന്നില്ലല്ലോ കാലാന്തരത്തിൽ ഞാനും ഉണക്കമടലായി നിലം പതിക്കുമെന്ന്. എത്ര അർത്ഥവത്തായ ഉദാഹരണങ്ങളാണ് ബഹുമാനപ്പെട്ട തലവസ്ഥാദ് പറഞ്ഞത്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ. അടരാതെ നിന്ന പച്ചമടലും അന്ത്യം കരയേണ്ടി വന്നില്ലേ. ഇതല്ലേ ജീവിതം? ഇതല്ലേ ജീവിതം? മേൽപോട്ടുയരും വീർപ്പുകൾ താഴോട്ടെത്തുമെന്നാരറിയും, മേൽക്കുമേലാൽ വാരി കൂട്ടിയിട്ടെന്തൊരു ഫലമറിയും. മന്ത്രിക്കും തന്ത്രിക്കും രാജനുമെല്ലാം ഖബറിടം ഒരുപോലെ, മാളിക തട്ടുകൾ കട്ടിലും മെത്തകളില്ലല്ലോ നാളെ. എല്ലാം അവസാനിച്ചു ദുനിയാവിന്ന് പോകേണ്ടി വരും. ഇതെല്ലാം റിയാലിറ്റിയാണ്, ഇതെല്ലാം റിയാലിറ്റിയാണ്. ഇതൊന്നും ഒരു കെട്ടുകഥയല്ല. കുതിരപ്പുറത്ത് സഞ്ചരിച്ചവരല്ലേ പിടിമണ്ണ് വാരിയെറിഞ്ഞ ദൽബുദമല്ലേ. കുതിരപ്പുറത്ത് രാജാവായി ജനങ്ങൾക്ക് മുമ്പിൽ അതിധീരനായി നടക്കുമ്പോൾ
കുതിരയുടെ പത്തടിയിലേക്ക് ഒരു സാധാരണക്കാരനായ പ്രജക്ക് അടുക്കാൻ കഴിയാതെ നിന്ന രാജാവിനെയും അവസാനം കുഴിയിലേക്ക് കൊണ്ടടക്കം ചെയ്യപ്പെട്ടപ്പോൾ സാധാരണക്കാരനായ പ്രജ 3 പിടി മണ്ണ് വാരിയിട്ട് പിടിമണ്ണു വാരിയെറിഞ്ഞ ദൽബുദമല്ലേ. അല്ലാഹു ഈമാനുള്ള മരണം അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹു ആഖിബത്ത് നന്നായുള്ള മരണം അല്ലാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, വേദനയോടുകൂടി പറയുകയാണ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഒരു നിമിഷമെങ്കിലും മരണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുക? ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിനും ഒരു ആഖിബത്തുണ്ട്, പ്രപഞ്ചത്തിനും ഒരു ആഖിബത്തുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് അത് വന്ന് സംജാതമാകും. നമുക്ക് നന്നാകാൻ ഒരു പ്രഭാഷണവും വേണ്ട, ഒരു വാദവും വേണ്ട, ഒരു പുസ്തകവും വായിക്കേണ്ട. നമ്മുടെ വാപ്പ എവിടെയാ? നമ്മുടെ വാപ്പ എവിടെയാ? ചിന്തിച്ചു. ആരാണ് വാപ്പ? ആരാണ് നമ്മുടെ ഉമ്മ? ഒരു കാലഘട്ടം മുഴുവനും ഇടിവെട്ടുന്ന സമയത്ത് ഓടിച്ചെന്നിട്ട് ഉമ്മാരൊക്കെ പറയും, ആ ഇടിവെട്ടുന്ന പേടി വരും. കെട്ടി ഇങ്ങനെ പിടിക്കും. ഉമ്മ പേടിക്കല്ലേ വാവയെ, പൊന്നെ പേടിക്കല്ലേ. വാപ്പാടൊക്കെ ഓടിച്ചെന്നിട്ട് വാപ്പാടെ ശരീരത്തെ കെട്ടിപ്പിടിക്കും. വാപ്പാ ഇടിവെട്ടുന്ന എനിക്ക് പേടിയാ. ചോദിക്കട്ടെ, ശക്തമായ മഴയിൽ ശക്തമായ ഇടിയും മിന്നലും എറിയുമ്പോൾ നിങ്ങളെ അന്ന് ചേർത്ത് പിടിച്ച നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ വാപ്പയും എവിടെയാണെന്ന് ഈ വാത് കേൾക്കുമ്പോൾ എൻ്റെ ഉമ്മ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ വാപ്പ എവിടെയാ? നിങ്ങളുടെ ഉമ്മ എവിടെയാ? നിങ്ങൾ പേടിച്ചപ്പോൾ, നിങ്ങൾ ഭയപ്പെട്ടപ്പോൾ നിങ്ങളെ കെട്ടിപ്പിടിച്ച ഉമ്മയും വാപ്പയും പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിന്റെ ഉള്ളിലാണ്. അതിന്റെ മുകളിലൂടെ പാമ്പിടഞ്ഞു പോകുന്നു, അതിന്റെ മുകളിലൂടെ തേളിടഞ്ഞു പോകുന്നു, അതിന്റെ മുകളിലൂടെ ഹിംസ്രജീവികൾ അതാ നടന്ന് ഇഴഞ്ഞു പോകുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് ആ ഉമ്മാടെ അവസ്ഥയൊന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? എൻ്റെ വാപ്പാടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ആ ഉമ്മയും വാപ്പയും ആ മഴ പെയ്യുന്ന സമയത്ത് പെയ്യുന്ന വെള്ളമെല്ലാം വാപ്പാടെ കബറിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ, ഉമ്മാടെ കബറിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ, നീ നിന്റെ മക്കളെ കൂട്ടിച്ചേർത്ത്, നീ നിന്റെ ഭാര്യയെ കൂട്ടിച്ചേർത്ത് അൽഫാമും തന്തൂരിയും വീട്ടിൽ തണുപ്പ് സമയത്ത് കഴിക്കാൻ ഏറ്റവും രസം ചൂടുള്ള മന്തിയാണെന്ന് മനസ്സിലാക്കി നിന്റെ തീന്മേശയിൽ മന്തി വിളമ്പി ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം കഴിക്കുമ്പോൾ ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്തു വളർത്തലും അവരാണേ. ഈ 3 കാര്യം വാപ്പയിൽ ഒഴിവാണേ. ഈ നമ്മുടെ പുന്നാര ഉമ്മയും വാപ്പയും ആ കവറിലല്ലേ കിടക്കുന്നത്? പെങ്ങളെ, ഒരു മിനിറ്റെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? ഈ വാത് കേൾക്കുമ്പോഴൊന്നും ചിന്തിച്ചുകൂടെ? എന്റെ ഭർത്താവിനോടൊപ്പമുള്ള നല്ല ജീവിതം സമ്മാനിച്ചതിന്റെ ഉമ്മയുടെ ശ്രമമാ, എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാ, എന്റെ വാപ്പാടെ വിയർപ്പാ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും. അതുകൊണ്ട് മഗ്രിബ് കഴിയുമ്പോൾ ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ട് അല്ലാഹുവിനോട് പടച്ച റബ്ബേ, ഈ ഫാത്തിഹ സൂറത്തിനെ നീ കബൂൽ ചെയ്യണം, അതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ വാപ്പാക്ക് ഉമ്മാക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ എന്ന് ദുആ ചെയ്യാൻ നിന്റെ മനസ്സ് അനുവദിക്കുന്നില്ലേ? അങ്ങനെ ചിന്തിക്കാൻ നിനക്ക് കഴിയുന്നില്ലേ? അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും വലിയ നന്ദി കെട്ടവൻ, ഏറ്റവും വലിയ നന്ദി കെട്ടവള് നീയാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആരക്കാത്തവർ നന്ദി കെട്ടവരാ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. നമ്മുടെ ദുആയുടെ ഇജാബത്ത് പോലും ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറ്റൊരു ഹദീസാണ്, ലാ തഖൂമു സ്സഅതു ഹത്താ യതബാഹൻ നാസു ഫിൽ മസാജിദ്. ജനങ്ങൾ പള്ളികളെ കൊണ്ട് ഗമനടിക്കുന്ന കാലം, ആളുകൾ പരസ്പരം പള്ളികളെ കൊണ്ട് ഗമനടിക്കുന്ന കാലം. കുറ്റിവട്ടത്തൊരു പള്ളിയുണ്ട്, വെറ്റമുക്കിലൊരു പള്ളിയുണ്ട്. ഒരു പള്ളിക്കാര്
അതിനേക്കാൾ വലിയ പള്ളി ഉണ്ടാക്കുകയാണ്. ഞങ്ങളുടെ പള്ളിയാണ് ഏറ്റവും വലിയ പള്ളി, ഞങ്ങളുടെ പള്ളിയിലാണ് AC ഉള്ളത്, ഞങ്ങളുടെ പള്ളിയിൽ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ്, ഞങ്ങളുടെ പള്ളിയിൽ വിരിച്ചിരിക്കുന്ന ടൈൽസ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ളതാണ്. ആളുകൾ പള്ളിയെ കുറിച്ച് പരസ്പരം അഭിമാനം നടിക്കുന്ന ഒരു കാലമുണ്ടല്ലോ, ആ കാലഘട്ടം വരാതെ ലോകത്തിന് അന്ത്യമുണ്ടാകില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ നാട്ടിലുണ്ട് അങ്ങനെയൊക്കെ? നിങ്ങളുടെ നാട്ടിലുണ്ട് അങ്ങനെയൊക്കെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തീർത്തില്ല. ഇദാ ഉസിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തദിരി സആ. ആളുകൾ പള്ളിയുടെ അധികാരത്തിലേക്ക് കൈകാര്യകർത്താക്കളായിട്ട് വരുന്നത് ധിക്കാരികളും തെമ്മാടികളും അല്ലാഹുവിനെ ഭയപ്പാടില്ലാത്തവനും അല്ലാഹുവിന്റെ ദീൻ കൈകാര്യം ചെയ്യാൻ വരുന്നൊരു കാലഘട്ടം സംജാതമായാൽ നിങ്ങൾ ലോകത്തിന്റെ അന്ത്യം പ്രതീക്ഷിക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ വെറ്റമുക്ക് പള്ളിയിൽ അവിടുത്തെ ഖത്തീബ് പോയി, പുതിയൊരു ഖത്തീബ് വന്നപ്പം പുതിയ ഉസ്താദിനെ ഇമാമ് നിർത്തി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇമാമ് നിർത്തി. പുറയിൽ ഉസ്താദിനെ പരീക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ മദ്രസയിലെ മുതിർന്ന അധ്യാപകനല്ല, അവിടുത്തെ സദർ ഉസ്താദല്ല, പള്ളിയിലെ സെക്രട്ടറി വന്ന് പുറയിൽ നിന്ന് കൈകെട്ടി നോക്കുമ്പോൾ ഉസ്താദിന്റെ ഓത്ത് ഇങ്ങനെ രസത്തിൽ ഇങ്ങനെ കേൾക്കാം. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى. തെറ്റിച്ചാണെങ്കിലും ശരിയായിട്ടാണെങ്കിലും ഓതുന്നത് അതിന്റെ മ്യൂസിക് കേൾക്കുമ്പം മറ്റുള്ള കമ്മിറ്റിക്കാരോട് പറയും ഷറാണ്. അങ്ങനെ ഈ ഹയവാന് അത്തഹിയാത്ത് പോലെ ഓതാറിയില്ല, ഇവനാണ് സ്ഥാനം പരീക്ഷിച്ചത്. അവനെ സംബന്ധിച്ചിടത്തോളം ഈണം ഉണ്ടായാൽ മതി, തജ്വീദ് വേണ്ട. ഇങ്ങനെയുള്ള ആളുകളെ പള്ളിയുടെ മിഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യാൻ കൊടുക്കും. അവര് വായി വരുന്ന തോന്നിവാസങ്ങൾ മുഴുവനും പള്ളിയുടെ മൈക്കിലൂടെ മിഹ്റാബിലൂടെ തെറ്റായ മസാലകൾ, തെറ്റായ അഖീദകൾ ജനങ്ങളുടെ മുമ്പിൽ അവർ വിശദീകരിച്ചു. കാരണം അവർക്ക് അറിയില്ലല്ലോ, അവരെവിടുന്നോ കേട്ട് തലമ്പിച്ച കാര്യങ്ങളൊക്കെ വന്നാണ്. ഈ അടുത്ത് ഒരാൾ പ്രസംഗിക്കുന്ന കണ്ട് ഭാര്യയുടെ കവളത്ത് ഒരാൾ നുള്ളിയാൽ 10 ഹജ്ജ് ചെയ്ത ഉംറ. ഇത് കേട്ടിട്ട് എല്ലാവരും പോയിട്ട് ഉംറയുടെ കൂലിയിട്ട് അവിടെ പെണ്ണുപേടെ കവളത്ത് എന്തൊക്കെ കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഭാര്യയെ സ്നേഹിക്കാൻ, പെൺമക്കളുടെ മഹത്വം, ഭാര്യയുടെ മഹത്വം ഇത്ര പറഞ്ഞു. എന്തിനാണ് ഈ കളവ് പറയുന്നത്? 40 കറാഹത്ത് ചെയ്താൽ ഒരു ഹറാം. എവിടെയെങ്കിലും ഉണ്ടോ കിതാബിൽ? ഒരൊറ്റ കിതാബിൽ കാണിക്കാൻ കഴിയും 40 കറാഹത്ത് ചെയ്താൽ ഒരു ഹറാം. വായി വരുന്നൊക്കെ പറയാൻ കാരണം ഇത് ഫിഖീന്റെ കിതാബ് കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടില്ല, അഖീദ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. വായി വരുന്നതൊക്കെ കോതൊക്കെ പാട്ടുന്നതിലൊക്കെ പറഞ്ഞു കൊടുക്കുക, ആളുകൾ അതനുസരിച്ച് അമല് ചെയ്യുക. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കുമാറാകട്ടെ. അള്ളാഹു പിഴച്ചാശയങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ മുക്തിയാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾക്കും അവനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അവരേറെ കാലങ്ങളായിട്ട് ഈ നാട്ടിൽ അവർ തുടങ്ങി വെച്ച വിശുദ്ധമായ ബുർദയുടെ മജ്‌ലിസ് അൽഹംദുലില്ലാഹ് ഇന്നീ നിമിഷം വരെ ഭംഗിയായിട്ട് സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി അതിങ്ങനെ നടന്നു വരികയാണ്. എന്തിനേറെ പറയണം, ഈ നാടിൻ്റെ ഒരു ബർക്കത്ത് പോലും അതാണെന്ന് പറയേണ്ടി വരും. അല്ലാഹു തആല ഹബീബായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഇതെല്ലാം അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഒമ്പത് 40 നിർത്തണമെന്നാണ് പറയുന്നത്. എൻ്റെ ബാറ്ററി ലോ ഇനി കുത്തിയിടണം, എൻ്റെ ചാർജ് കഴിഞ്ഞ്. അല്ലാഹു നമുക്ക് ആരോഗ്യം തരുമാറാകട്ടെ. ഫാറ്റി ലിവർ സെക്കൻഡ് സ്റ്റേജാണ്. പിത്താശയത്തിലും കിഡ്നിയിലും രണ്ടിലും കല്ലാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 30-40 വയസ്സ് കൊണ്ട് തിന്നണ്ടയൊക്കെ 29 വയസ്സ് കൊണ്ട് തിന്നു തീർത്തു. അതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. എവിടെ അൽഫാം കണ്ടാലും തന്തൂരി കണ്ടാലും വിടത്തില്ല. ഇപ്പം തിന്നാൻ വയ്യാത്തതിൻ്റെ അവസ്ഥ. നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഹമ്മുഹും ബുത്തൂൻ, തിന്നുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ കുറെ തിന്നു ഇപ്പോൾ അൽഹംദുലില്ലാഹ് തിന്നാൻ വയ്യാത്ത അവസ്ഥയാണ്. അള്ളാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് എൻ്റെ ചാർജ് കഴിഞ്ഞതുകൊണ്ട് ഇവരെ നിർത്തിക്കോട്ടെ. ഇതായിരുന്നാലും ഏറെക്കുറെ കാലമായിട്ട് ഇവിടെ നടന്നു വരുന്ന വളരെ റാഹത്തുള്ളൊരു പരിപാടി ബുർദ മജ്‌ലിസ്. പലയിടത്തും പല ഘട്ടത്തിലും പല സാഹചര്യങ്ങളിലും നിന്നുപോയെങ്കിലും കൊറോണ കാലത്ത് പോലും അവർ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഈ ഒരു ഹബീബായ തങ്ങളുടെ മജ്‌ലിസ് ആ റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് കൊണ്ട് ഈ നാട്ടിൽ നിലനിർത്തി. അങ്ങനെ റസൂലുള്ളാഹിനെ പറയുന്ന
പാടുന്ന റസൂലുള്ളാഹിനെ വിവരിക്കുന്ന ഏതൊരു നാട്ടിലും ബറക്കത്തിറങ്ങുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബറക്കത്ത് ഈ നാട്ടിൽ വന്നപ്പോൾ വലിയ സദസ്സല്ലെങ്കിലും അൽഹംദുലില്ലാഹ് ഇവിടെ ഇരുന്ന ആളുകളൊക്കെ ഇത്രയും നേരം സാഗൂതം ഇത് വീക്ഷിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ അൽഹംദുലില്ലാഹ് മനതാരിൽ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു തആല ഈ യുവാക്കളെ ഇനിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്താനും അതുവഴി ജനങ്ങൾക്ക് ആത്മീയമായ ഉന്മേഷം നൽകാനുമുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്നുള്ള രോഗികളായ ആളുകൾക്ക് അള്ളാഹു പൂർണ്ണമായ സമ്പൂർണമായ ശമനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ റേഷൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഒരാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീന്മേശയിലേക്ക് ഭക്ഷണം വരുന്നു. ആ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ഇടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അയാൾ പെടഞ്ഞു വീണ് മരിക്കുകയാണ്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരി തരുമ്പോൾ ഒരു മാസം ഇത്ര കിലോ അരിയാണ് നിശ്ചയിച്ചത്. ഇതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റേഷനുണ്ട്. അള്ളാഹുവിൻ്റെ റേഷനുണ്ട്. നമ്മൾ കഴിക്കേണ്ടത് 1,00,000 അരിമണിയാണെങ്കിൽ 1,00,000 അരിമണിയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് നമ്മൾ കഴിക്കുന്നതിൻ്റെ എണ്ണം തീർന്നു കഴിഞ്ഞാൽ 1,00,000 ആകാൻ അടുക്കുമ്പോഴേക്ക് നമ്മുടെ റേഷൻ അവിടെ അവസാനിക്കുകയും നമ്മുടെ ശ്വാസം വേപ്പോട്ടൊന്ന് ദീർഘമായി വലിച്ചെന്ന് താഴേക്ക് വിടുകയും അതോടുകൂടി നമ്മളെന്ന് പറയുന്ന ഹിസ്റ്ററി ഈ ഭൂമുഖത്തുനിന്ന് അവിടെ അവശേഷിക്കുകയായി, ഇവിടുന്ന് വിട പറഞ്ഞു പോവുകയായി. ഇതാണ് നമ്മുടെ ജീവിതം. നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും നമ്മൾ ആഹ്ലാദിക്കുമ്പോഴും അർമാദിക്കുമ്പോഴും ഒക്കെ ഓർക്കേണ്ടത് ഞാൻ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും. 114 അധ്യായങ്ങൾ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങൾ ഹബീബ റസൂലുള്ളാഹിക്ക് ഇറക്കി കൊടുക്കുമ്പോൾ അവസാനമായി മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധമായ ഖുർആനിന്റെ അവസാനത്തെ അവസാനത്തെ ആയത്തുമായി വരുന്നത് കള്ളുകുടിയെ കുറിച്ചല്ല, വ്യഭിചാരത്തെ കുറിച്ചല്ല, മറ്റേ ഹലാലുകളെയും ഹറാമുകളെയും കുറിച്ചല്ല. അവസാനമായി അല്ലാഹുവിന്റെ റസൂലിനിറങ്ങിയ വഹി ഏതാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബൂവത്തിന്റെ പൂമേനി നോക്കിക്കൊണ്ട് മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് ചൊല്ലിക്കൊടുത്തത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നബിയെ, അങ്ങയുടെ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണേ, അള്ളാഹുവിലേക്ക് മടങ്ങുന്നൊരു ദിവസമുണ്ടെന്ന് അവരോടൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണേ എന്നാണ് അവസാനമായി വിശുദ്ധമായ ഖുർആൻ ആയത്ത് പോലും ഇറങ്ങിയത്. അതുകൊണ്ടാണ് പള്ളിയിൽ നിങ്ങൾ എത്ര കാലം കൊണ്ട് കേൾക്കുകയാണ് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, എത്ര കാലം കൊണ്ട് കേൾക്കുകയാണ്? എന്താണ് അതിന്റെ അർത്ഥം? എപ്പോഴെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന അർത്ഥം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പള്ളിയിൽ നിന്ന് ഈ നാട്ടിൽ നിന്ന് ആളുകൾ മരണപ്പെടുമ്പോൾ നിങ്ങൾ പതിവായി കേൾക്കുന്ന ഒരു ശബ്ദമല്ലേ? ബാങ്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളായ മനുഷ്യർ കേൾക്കുന്ന വാക്ക് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇത്ര കാലമായിട്ട് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം എന്താണെന്ന്? ഇന്നാ ലില്ലാഹ്, നമ്മളെല്ലാം അല്ലാഹുവിനുള്ളതാ, വഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാ. ആ ചിന്തയുണ്ടെങ്കിൽ പിന്നെന്തിനാണ് പെങ്ങളെ നിരാശ? ആ ചിന്തയുണ്ടെങ്കിൽ എന്തിനാണ് പെങ്ങളെ സങ്കടം? ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ഭർത്താവുമായിട്ട് മടങ്ങുമ്പോൾ ആരാണ്ട് തോപ്പിക്കാൻ വേണ്ടി കയറെടുക്കുന്ന പെങ്ങളെ, കയറെടുക്കുന്ന ചെറുപ്പക്കാരാ, ചിന്തിക്കണേ, നമ്മളെല്ലാം അല്ലാഹുവിനുള്ളതാ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മുഴുവൻ പ്രയാസങ്ങളും അല്ലാഹു തീരുമാനിച്ചിട്ടുള്ളതാ. അത് എക്കാലത്തും നിലനിൽക്കുകയില്ല. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പ്രയാസം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടാകും, ഒരു പ്രതിസന്ധി കഴിഞ്ഞാൽ ഒരു ആസ്വാദനമുണ്ടാകും, ഒരു ആഹ്ലാദമുണ്ടാകും. ഈമാനോടുകൂടി കാത്തിരിക്കണേ. കയറെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതറിയോ? ആരെങ്കിലും ഒരാൾ ആരെങ്കിലും കഴുത്തിലേക്ക് കയറിട്ട് ഒരാള് തൂങ്ങി ആത്മഹത്യ ചെയ്താൽ പരലോകത്തവന്റെ അവസ്ഥ എന്താണെന്നറിയുമോ?
അള്ളാഹുവിന്റെ കോടതിയിലെ വിചാരണ കഴിഞ്ഞാൽ അവൻ നരകത്തിൽ കിടക്കുന്ന അവസ്ഥയുണ്ടല്ലോ. എപ്രകാരമാണോ ദുനിയാവിൽ വെച്ച് അവൻ ആത്മഹത്യ ചെയ്തത്, അപ്രകാരം ഖാലിദൻ മുഖല്ലദൻ ഫിഹാ അബദാ, ശാശ്വതമായിട്ട് നരകത്തിൽ നിന്ന് അവൻ തൂങ്ങിക്കൊണ്ടേയിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈമാൻ തരട്ടെ. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, പ്രതിസന്ധി വന്ന് മരിച്ചു കഴിഞ്ഞാൽ റബ്ബ് ആ പരീക്ഷണങ്ങൾക്ക് പ്രതിഫലം തരും, ക്ഷമിച്ചതിന് പ്രതിഫലം തരും. കയറെടുത്താലോ ഈമാൻ അല്ലാഹു തെറിപ്പിച്ച് കളയും. ഏതുവരെ? ആത്മഹത്യ ചെയ്തവന്റെ മയ്യത്ത് മുസ്ലിമീങ്ങളുടെ ശ്മശാനത്തിൽ, പൊതു ശ്മശാനത്തിൽ അടക്കരുതെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത്രയും ഗൗരവമാണ്. എന്തിനേറെ ഉഖ്റവിയായ ആലിമീങ്ങൾ ദുആരക്കരുതെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിന്റെ മയ്യത്ത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പോണത്? നമ്മുടെ നാട്ടിൽ ഉസ്താദ്മാരെ പോണത് എന്തുകൊണ്ടാ? ഒരു പരിഗണന, ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന അത് കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ അക്കാരണം കൊണ്ട് ആ കുടുംബം മുഴുവനും അള്ളാഹുവിന്റെ ദീനിനെതിരാകാൻ വഴിയാവും. അതുകൊണ്ട് ആ ഒരു പരിഗണന കൊടുക്കുന്നതാണ്. യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ഒരു വിലയുമില്ലാത്ത മയ്യത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ആത്മഹത്യ ചെയ്തവന്റെ മയ്യത്താണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും ഒരാൾ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ പരലോകത്ത് അവൻ അങ്ങനെ ആവർത്തിച്ച് ഖാലിദൻ മുഖല്ലദൻ ഫിഹാ, ആ പ്രവൃത്തി അവൻ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പുന്നാര ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അത്തരം പ്രയാസങ്ങൾ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകും. അത്തരം പ്രയാസങ്ങൾ അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കും. എന്തിനാണ് ഈ ആത്മഹത്യ ചെയ്യാൻ തോന്നാനുള്ള കാരണം എന്താ? എൻ്റെ നാട്ടിൽ ഒരു സ്ത്രീ വെഡിങ് ആനിവേഴ്സറിയാണ്. ഭർത്താവിനോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് വിഷ് ചെയ്യാത്തത്? ഇവിടെ മനുഷ്യന് ജോലി തിരക്കൊണ്ട് കിടക്കുമ്പോൾ അവിടെ ഉലക്കമ്മേലെ ഒരു വിഷു. ഇത്രേ പറഞ്ഞോളൂ. 6 മാസം പ്രായമുള്ള കുട്ടി തൊട്ടിലിൽ കിടക്കുന്നു. ആ തൊട്ടിലിന്റെ കൊളുത്തിലേക്ക് കയറിട്ട പെണ്ണ് കഴുത്തിൽ കയറിട്ടവൾ തൂങ്ങി. താഴെ 6 മാസം പ്രായമുള്ള കുഞ്ഞ് ഉണർന്നു കഴിയുമ്പോൾ എന്റെ ഉമ്മയുടെ അമ്മിഞ്ഞയിൽ നിന്നും മധു നുകരാമെന്ന് ആഗ്രഹിച്ചു കിടക്കുന്ന കുഞ്ഞ് ഏറ്റവും മുകളിൽ പ്രതീക്ഷയും പ്രത്യാശയോടുകൂടി കിടക്കുന്ന കുഞ്ഞിന്റെ തലഭാഗത്ത് ഉമ്മയുടെ ചേതനയറ്റ ശരീരം ഇങ്ങനെ തൂങ്ങുകയാണ്. അല്ലാഹു വെറുതെ വിട്ടില്ല കേട്ടോ, ഓളെ അല്ലാഹു വെറുതെ വിട്ടില്ല. മയ്യത്ത് കബറടക്കി 6 മാസം കഴിഞ്ഞപ്പോൾ സാക്ഷാൽ രമേശ് ചെന്നിത്തല വരെ ഇടപെട്ടിട്ട് പോലും പോലീസുകാർ അതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് ആ മയ്യത്ത് അവിടുന്ന് തോണ്ടി. മരണപ്പെട്ടു പോയ ഒരാളുടെ ആ കബർ തോണ്ടുക എന്ന് പറഞ്ഞാൽ എത്രമേൽ സങ്കടകരമായൊരു കാര്യമാണ്. അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. നമുക്ക് ദ്വാരക്കാനല്ലാതെ വഴിയില്ലല്ലോ. ചില തോന്നിയാവസങ്ങൾക്ക് മരിച്ചാലും അതിൻ്റെ പാപക്കറകൾ നമ്മളെ പിന്തുടരുമെന്നാണ്. മരിച്ചു കഴിഞ്ഞാലും വെറുതെ വിടില്ല. അള്ളാഹു നമ്മളെ നിന്ദരാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആളുകളെ നിസ്സാരപ്പെടുത്തുക എന്നുള്ളത്. ചില ആളുകൾക്കൊരു സുഖമാണ്, മറ്റുള്ള ആളുകളെ എവിടെ വെച്ച് കണ്ടാലും മറ്റുള്ള ആളുകളെ നിസ്സാരപ്പെടുത്തുക എന്നുള്ളത്. എന്തിനേറെ പറയണം, 5 വക്ത് നിസ്കരിക്കുന്ന മനുഷ്യരുടെ പോലും ഈമാൻ തെറിപ്പിച്ച് കളയുന്നൊരു കാര്യമാണ് നിസ്സാരപ്പെടുത്തുക എന്നുള്ളത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളൊക്കെ വലിയ ആളുകളാണ് നമുക്ക് തോന്നും. നിസ്കരിക്കാത്ത ആളുകളെ കാണും വല്ലാത്ത. എൻ്റെ നാട്ടിൽ ഒരാൾ 27-ാം രാവിന് ഒരാൾ മരണപ്പെട്ടു. മുഴുകുടിയൻ 27-ാം രാവിന് മരണപ്പെട്ടു. അപ്പം എൻ്റെ വാപ്പ നോമ്പുകാരുടെ സമയത്ത് പറഞ്ഞതേ, അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്ത ഏറ്റവും വലിയ ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളൊരു മനുഷ്യനെ ഉപദ്രവിച്ചില്ല എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഭയങ്കര ഇഷ്ടമാട്ടോ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം റഹ്മത്താ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ വചനത്തിൽ ഒറ്റവട്ടമാണ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത്. അള്ളാഹിന്റെ പേര് പറഞ്ഞത് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ഒറ്റവട്ടം പറഞ്ഞു. പിന്നെ പറഞ്ഞതും അർ റഹ്മാനിർ റഹീം, കാരുണ്യം കാരുണ്യം. എന്നിട്ട് അള്ളാഹ്ക്ക് മതിയായില്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വീണ്ടും പറഞ്ഞു അർ റഹ്മാനിർ റഹീം, കാരുണ്യം കാരുണ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടം കാരുണ്യമാണ്. അതുകൊണ്ട് തന്നെയാടോ മുഗല്ലദായ നജസല്ലേ നായ, തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകേണ്ട ജീവിയല്ലേ നായ. ആ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സാനിയത്തായ വ്യഭിചാരിയായ പെണ്ണുവരെ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം റഹ്മത്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഒരാളെയും നിസാരപ്പെടുത്താൻ പാടില്ല. റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂൽ നബിയെ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിക്കൽ അഹങ്കാരമാണ്, നല്ല വാഹനം മേടിക്കൽ അഹങ്കാരമാണോ, നല്ല വീട് വെക്കൽ അഹങ്കാരമാണോ? അല്ല സ്വഹാബ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്തറുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കലാണ്.
ജനങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ആളുകളെ നിസ്സാരമായി കാണുന്ന ആളുകൾ, അതാണ് കിബിറിന്റെ അടയാളം, അഹങ്കാരത്തിന്റെ അടയാളമെന്ന് നാവുകൊണ്ട് കളവ് പറയാത്ത ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഖൈറായ ജീവിതവും ആഖിബത്ത് നന്നായുള്ള മരണവും അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ വാപ്പയും ഉമ്മയും പലരും മൺമറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടത് ചെറുതാണെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് ഓഫ് ആക്കി കഴിയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം, ഉസ്താദ് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞതെന്ന്. ഞാൻ പാട്ട് പാടാനും നിങ്ങളെ തമാശക്ക് ചിരിപ്പിക്കാനും വന്ന ഒരാളല്ല ഞാൻ. എനിക്ക് നിങ്ങളോട് സംവദിക്കാൻ ഒരുപാട് കാര്യമുണ്ട്. ഡസൻ കണക്കിന് ഹദീസുകളാണ്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വചസ്സിൽ നിന്ന് വന്ന തിരുവചനങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചത്. നിങ്ങൾക്കിത് കേട്ടിട്ട് ഒരാളുടെയെങ്കിലും കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രസംഗം കൊണ്ട് എനിക്കത് മാത്രമാണ് ലാഭം. പണവും പ്രതാപവും തരുന്ന സൗകര്യങ്ങളും ഭക്ഷണങ്ങളും അതെല്ലാം ഒരു ലീഡ് മാത്രമാണ്. അതിനേക്കാൾ മഹത്വമുള്ളത് എൻ്റെ ഈ പ്രഭാഷണം കേട്ട് ഒരാളുടെയെങ്കിലും ഹൃദയം തുറന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ സന്തോഷമുള്ളൊരു കാര്യം എനിക്ക് വേറെയില്ല. മഹാനായ അബൂ മൻസൂർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ശിഷ്യൻ കിനാവിൽ കാണുകയാണ്. കിനാവിൽ ചോദിച്ചു, വമാ ഫഅലല്ലാഹു ബിക, അള്ളാഹു നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്തത്? അള്ളാഹു എനിക്ക് സ്വർഗം തന്നു, വലിയ സ്ഥാനം തന്നു. എന്താണ് ഉസ്താദെ അതിനുള്ള കാരണം? എൻ്റെ ഇബാദത്ത് കൊണ്ടല്ല, എൻ്റെ സദക്കയും സക്കാത്തും കൊണ്ടല്ല. ഞാനൊരിക്കൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രഭാഷണം കേട്ട സദസ്സിൽ നിന്ന് ഒരാൾ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. ആ കാരണം കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എൻ്റെ പ്രഭാഷണം കൊണ്ട് ഒരാൾ കരഞ്ഞപ്പോൾ ആ കാരണം കൊണ്ട് അയാളുടെ കണ്ണുനീരിൻ്റെ ഫളില്, ആ മഹത്വം, അളമത്ത് കൊണ്ട് അള്ളാഹുവിനെ സ്വർഗത്തിൽ കടത്തിയതാണെന്ന് സ്വാത്വികനായ സൂഫി വര്യൻ അബൂ മൻസൂർ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഈ പ്രഭാഷണം കൊണ്ട് നിങ്ങളെല്ലാവരും നല്ല പ്രഭാഷണമാകും, റാഹത്താണ്, സൗറെ തമാശ പറഞ്ഞു എന്നുള്ളതൊന്നുമല്ല. പറഞ്ഞ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പ്രഭാഷകർ അധികരിക്കുന്നൊരു കാലഘട്ടമാണ്. എല്ലാവർക്കും ആളുകൾക്ക് ഇഷ്ടമുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയങ്ങൾ പറയാനാണ് താല്പര്യം. ദീൻ പറയാനും ഹക്കായ ദീൻ പറഞ്ഞു കൊടുക്കാനും ആളുകളുടെ ഹൃദയങ്ങളെ ഭേദിച്ചുകൊണ്ട് ഈമാൻ ഉണർത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ആളുകൾ തുലവും കുറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് ഇൽമിനെ പിടിക്കുമെന്നല്ല, മറിച്ച് ഉഖ്റവിയായ ആലിമീങ്ങൾ അള്ളാഹു തആല മരിപ്പിച്ചുകളെ. നിങ്ങൾ ചിന്തിക്കും, ബഹുമാനപ്പെട്ട AP ഉസ്താദ് അടക്കമുള്ള, പൊന്മുള ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഈ ഭൂമുഖത്തുനിന്ന് മൺമറഞ്ഞു പോയാൽ ഇനി ആരാണ് നമുക്കൊരു നേതൃത്വമുള്ളത്? അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മഹാനായ ജിബ്രീൽ തങ്ങൾ, ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാർ, AP ഉസ്താദ് അടക്കമുള്ള, പൊന്മുള ഉസ്താദ് അടക്കമുള്ള, ബഹുമാനപ്പെട്ട വൈലത്തൂർ ഭാവ ഉസ്താദ് അടക്കമുള്ള വലിയ സ്വാത്വികരായ പണ്ഡിതന്മാർ, ഇവരെല്ലാം വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ദീൻ പറഞ്ഞു കൊടുക്കാനുള്ളത്? നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ ദീൻ ഈ ട്രെൻഡിങ് കാലത്തിനനുസൃതമായി ചില സാഹചര്യത്തിൽ വിൽക്കുന്ന സാധനത്തിന് വലിയ മൂല്യമാണ്. നല്ല തണുപ്പുള്ള സമയത്ത് കപ്പലണ്ടി വിറ്റാൽ നല്ല മാർക്കറ്റാണ്. നല്ല ചൂടുള്ള സമയത്ത് കുലുക്കി സർവത്ത് വിപണന മൂല്യമുള്ളതാണ് എന്ന് പറയുന്നത് പോലെ ഇന്ന് യൂട്യൂബിൻ്റെ കാലഘട്ടമാണ്. എല്ലാ കാര്യങ്ങളും ദീൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ്. ആ യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കി അതിനകത്ത് കേൾക്കുന്ന ഓരോന്ന് അങ്ങനെ തന്നെ പകർത്തിക്കൊണ്ട് കടം വന്നാൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലുകയാണ്. ഇത് ഹദീസിലുണ്ടോ? ഇതിന് ആധികാരികതയുണ്ടോ? മഹത്തുക്കൾ പഠിപ്പിച്ച ഒന്നുമില്ല എന്ന് ചൊല്ലുകയാണ്. ഈ രണ്ടാമത്തത്, ഇത് ഹദീസിലുണ്ടെങ്കിൽ തന്നെ, ഈ ദിക്ർ ഹദീസിലുണ്ടെങ്കിൽ തന്നെ നീ 1 കോടി പ്രാവശ്യം ചൊല്ലിയാലും അള്ളാഹു നിന്റെ പ്രശ്നം പരിഹരിക്കില്ല. എന്തുകൊണ്ട്? ദുആ സ്വീകരിക്കണമെങ്കിൽ എത്ര ഷർത്തുണ്ടെന്നറിയോ? ഹറാമ് തിന്നിട്ട് അതിൻ്റെ പുറത്ത് കൈകെട്ടിയാൽ 40 ദിവസം വരെ അവൻ്റെ ഇബാദത്ത് സ്വീകരിക്കത്തില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഒരാൾ പലിശ തിന്നു, അള്ളാഹു പൊരുത്തപ്പെടാത്തൊരു മുതൽ ഒരാൾ തിന്നിട്ട് അതിൻ്റെ പുറകിൽ അള്ളാഹു അക്ബർ കൈകെട്ടി 40 ദിവസം വരെ അള്ളാഹു തആല അവൻ്റെ ഇബാദത്ത് സ്വീകരിക്കത്തില്ലെന്ന. ഇങ്ങനെയുള്ള ഒരാൾ 27-ാം രാവിലെ വന്ന് കൈ ഉയർത്തി ദുആരക്കാണ്. സ്വന്തം ഉമ്മയുടെ വരുത്തിയില്ല, ഉമ്മയുടെ തൃപ്തിയില്ല. വന്നിട്ട് മനം പൊട്ടി, റബ്ബേ നിന്റെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. കാരണം നിനക്ക് ഏറ്റവും വലിയ ബാധ്യത ഉമ്മയോട് പൊരുത്തം ചോദിക്കല. ഒരിക്കലും ഒരു മുസ്ലിയാർ, ഞാൻ തുറന്നു പറയാൻ, ഒരിക്കലും വലിയൊരു കാര്യപ്പെട്ട മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നും പ്രശ്നം, എന്നും കുട്ടികൾക്ക് രോഗം, ഭാര്യയ്ക്ക് രോഗം, എന്നും പ്രശ്നം. അയാൾ മറ്റൊരാളോട് ചെന്ന് പറഞ്ഞപ്പോൾ സിഹ്റാന്ന് പറഞ്ഞു. അപ്പം അയാൾക്ക് വിശ്വാസമില്ല. ഒരു കേരളത്തിലെ ഒരു സമുന്നതനായ സയ്യിദിനെ, ഒരു തങ്ങളെ കൊണ്ടുവന്ന് വീടിൻ്റെ അകമെല്ലാം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പ്രശ്നവും കാണുന്നില്ല. അദ്ദേഹം നോക്കുമ്പോൾ ഒരു മുറിയുടെ മൂലക്കൊരു ഉമ്മ ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി, വ്യസനത്തോടു കൂടി, പാതി കരഞ്ഞ കണ്ണുകളുമായി ഒരു ഉമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉമ്മാടൊക്കെ ചോദിച്ചു, എന്താ ഉമ്മ, എന്ത് പറ്റി?
അതിവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ട് ഒന്നും എന്നോട് ആലോചിക്കില്ല. അവനും എൻ്റെ പെണ്ണുമ്പിള്ളയും കൂടെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുക. എന്നെ ഒരു അരക്കാശിൻ്റെ വില വെക്കൂല്ലെന്ന് പറഞ്ഞു. ആ തങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മുസ്ലിയാരെ തലയൊക്കെ ഊരിക്കള, നിന്റെ പ്രശ്നം ഖിയാമത്ത് നാൾ വരെ മാറൂല. കാരണം നിന്റെ പ്രശ്നം എന്നുള്ളത് ഇവിടെ സിഹിറും കണ്ണീറും ഒന്നുമല്ല, കൂടൂത്രമൊന്നുമല്ല, നിന്റെ ഉമ്മാടെ പൊരുത്തം വാങ്ങാൻ പറഞ്ഞു. ചില ആളുകളുടെ ഒരു സ്വഭാവമാണ്. വീട്ടിൽ ഉമ്മയുണ്ട്, ഉമ്മയോടൊന്നും ആലോചിക്കില്ല. എടാ നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നീ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിനക്കൊരു അപകടവും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത നിന്റെ മിടുക്കൊണ്ട, നിന്റെ നിസ്കാരം കൊണ്ട, നിന്റെ ദുആ കൊണ്ട ഒന്നുമില്ല. ആ തള്ളയുണ്ടല്ലോ നിസ്കാരപ്പായിരുന്ന് മനം പൊട്ടി മക്കൾക്ക് വേണ്ടി ദ്വാരക്കുന്നതിന്റെ കാരണം കൊണ്ടാ നമ്മളൊക്കെ ഇങ്ങനെ ആഫിയത്തോട് കൂടി നടക്കുന്ന. റഹ്മാനായ റബ്ബേ അവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കണേ റഹ്മാന്, അവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കണേ റഹ്മാന്, അവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കണേ റഹ്മാന്. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നലെയും പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഏറെ സമയം പള്ളിയിൽ ഇരുന്ന് ദ്വാരന്നു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? പതിവില്ലാതെ മനസ്സമാധാനമില്ല ഉസ്താദ്, മനസ്സമാധാനമില്ല. എന്തേ കാരണം? ഉമ്മ പെണ്ണുമ്പോഴൊക്കെ ഒരു സ്വൈര്യം കൊടുക്കുന്നില്ല. ഒരു പാവപ്പെട്ട പെണ്ണാണ്, എനിക്കറിയാം, നല്ല ദീനിയായ പെണ്ണാണ്, ഒരു സ്വൈര്യം കൊടുക്കില്ല. ചില പെണ്ണുങ്ങൾ നല്ല നിസ്കാരമുണ്ട്, നല്ല ദിക്റുണ്ട്, നല്ല തഖ്വയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മരുമോടെ വിഷയത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. രാവിലെ മുതൽ തുടങ്ങും സ്വൈര്യക്കേട്, തോട്ടാ കുഴപ്പം. എന്നാലോചിച്ചു, ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുഞ്ഞിന് പനിയില്ല, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കുഞ്ഞിന് പനി വന്നാൽ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. പനി കൊടുക്കുന്ന അള്ളയാണ്. ഈ പെണ്ണ് മൂക്കിലോട്ട് വെള്ളം അടിച്ച് കയറ്റിയിട്ടല്ലെന്ന്, കൊച്ചിന്റെ മൂക്കിലോട്ട് വെള്ളം അടിച്ച് ഈ പെണ്ണ് കയറ്റിയിട്ടാണ് കൊച്ചിന് ജലദോഷം വന്നത്. അള്ള വെച്ചതാണത്. അത് മനസ്സിലാക്കാൻ തയ്യാറാകണം. ചില പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ വീടിന്റെ 2 കിലോമീറ്റർ ഇപ്പുറം എത്തുമ്പോൾ ഭർത്താവിന്റെ വണ്ടിയുടെ പറയുന്നുണ്ട് കിടുകിടുകിടുകിടുകിടുന്ന് പറയും. എന്താ ഉമ്മ എന്ത് പറയുമെന്ന് ഓർത്തിട്ട് വല്ലാത്ത ടെൻഷനാണ്. ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറയുന്നു ഉമ്മമാരെ, നിങ്ങളെ എങ്ങാനും അള്ളാഹുവിന്റെ ഭൂമിയിൽ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനല്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളം എന്നുള്ളത് മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആർക്കും മരുമോക്കാണെങ്കിലും മരുമോനാണെങ്കിലും കുടുംബക്കാർക്കാണെങ്കിലും ഒരാൾക്കും അയൽവാസിക്കാണെങ്കിലും നമ്മളെ കൊണ്ടൊരു ദ്രോഹം ഇല്ലാതിരിക്കണം. നമ്മളെ കൊണ്ട് ദ്രോഹമുണ്ടോ, നമ്മളെ മറ്റുള്ളവർ ഭയപ്പെടുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും നമ്മൾ വിശ്വാസിയല്ല, നമ്മൾ മുഅ്മിനല്ല, റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ രക്ഷപ്പെടുന്നവരല്ല. അതുകൊണ്ട് പ്രായം ചെന്ന ഉമ്മമാരോട് പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ മകന്റെ മനസ്സമാധാനമാണ് നഷ്ടപ്പെടുന്നത്. പെണ്ണെ, ഭാര്യയെ നീ മനസ്സിലാക്കേണ്ടത് നിന്റെ ഭർത്താവ്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിന്റെ മക്കൾക്കും നിനക്കും ചെലവിന് തരുന്ന നിന്റെ പാവപ്പെട്ട ഭർത്താവിന്റെ സമാധാനമാണ് പോകുന്നത്. രണ്ടുപേരും തമ്മിൽ ബദർ, ഉഹുദ്, ഖന്തക്ക്, ഖൈബർ രണാങ്കണ ഭൂമി വീട്ടിൽ സൃഷ്ടിക്കുമ്പോൾ ഓർക്കേണ്ടത് പാവപ്പെട്ടവൻ തലച്ചോറ് പിളരുകയാണ്. വേമ്പനാട്ടുകായലിൽ പോയി ചൂണ്ടയിടും. എന്താണ് വീട്ടിൽ പോകുന്നില്ലേ? വിശക്കുന്നില്ലേ? ഇല്ല ഉസ്താദേ, ലുഹറായല്ലോ, ഞാൻ അസറവരോട് നിൽക്കും. എന്താ അത്? ആ സമയത്ത് ഉമ്മ അയൽക്കൂട്ടത്തിന് പോകും. എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. എന്താ സൗകര്യല്ലെന്ന്, വീട്ടിലോട്ട് കയറി ചെന്നാൽ ഉടനെ പെണ്ണുമ്പഴ കുറ്റം. എന്നിട്ട് ഇവൻ വേമ്പനാട്ടുകായലിൻ്റെ അവിടെ നിന്ന് ചോറ് പോലും കഴിക്കാതെ വേമ്പനാട്ടുകായലിൽ ചൂണ്ടയിടുക 2-3 മണിക്കൂർ. വീട്ടിലോട്ട് ചെയ്യാം. സ്വന്തം വീട്ടിൽ സമാധാനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എവിടെ സമാധാനം കിട്ടുക? എന്നിട്ട് ഉമ്മ ഭയങ്കര ദീനാണ്, ഇങ്ങനെ ഇങ്ങനെ ദിക്ർ എപ്പോഴും തസ്ബീഹ് ഉണ്ടാകും. അപ്പുറത്ത് വിളിച്ചിട്ട് നമ്മുടെ മോൻ ഒരുത്തിനെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, എന്തിനു കൊല്ല. ഈ തസ്ബീഹ് മാല ഇപ്പുറത്ത് കയ്യിലിരിപ്പുണ്ട്. ഈ ഹമുക്കത്തരും ഈ ഗീബത്തും ഒക്കെ പറയുമ്പോൾ സ്വന്തം മരുമക്കള്. എന്നാൽ ഈ ഉമ്മമാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരവസ്ഥയിലേക്ക് മടങ്ങും. വതീനി വസൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഇപ്പം നല്ല ആരോഗ്യമാണ്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഇനി ദുർബലമായ ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ കാഷ്ടവും നിങ്ങളുടെ മൂത്രവും ഒക്കെ കോരുന്നത് ഈ പെണ്ണാണ്. ആ ഒരു ബോധ്യം നിങ്ങൾക്ക് വേണം കേട്ടോ. തലക്ക് സ്വൈര്യം കൊടുക്കണം കുറച്ചെങ്കിലും, മനുഷ്യന് മനസ്സമാധാനം കൊടുക്കണം. തിരിച്ചുകൊണ്ട് ചില മരുമക്കള് അവർക്കിങ്ങനെ വീട്ടിലേക്ക് കയറി കഴിയുമ്പോൾ രാജപദവിയാണ്. പാവപ്പെട്ട ദുർബലരായ ഉമ്മമാരെ കഷ്ടപ്പെടുത്തുന്ന ചെറുപ്പക്കാരികളുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മ എന്നുള്ളത് നിങ്ങളുടെ ഉമ്മയാ. ആ ഉമ്മയോടുള്ള ബഹുമാനം ഭർത്താവിന്റെ ഉമ്മയോടും ഉണ്ടാകണമെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. മനുഷ്യന്മാരെ സങ്കടപ്പെടുത്തി മനുഷ്യന്മാരുടെ കണ്ണീര് കുടിപ്പിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ആരും വിചാരിച്ചു പോകല്ലേ.